ഹായ് ഓൾ, വെൽക്കം ടു ടെക് പി എസ് സി. നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാംസ്, അതിൽ എത്ര നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ട്, സിലബസിന്റെ ഓവർവ്യൂ എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം നോക്കുന്ന പോസ്റ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ്. അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 17/2025. നെയിം ഓഫ് ഫേം കേരള പോലീസ് സർവീസസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വരുന്നത് 2,56,621 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത പോസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആണ്. കാറ്റഗറി നമ്പർ 187/2025. നെയിം ഓഫ് ഫേം എക്സൈസ്. ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വരുന്നത് 2,48,572 പേരാണ്. ഇനി അടുത്തത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. കാറ്റഗറി നമ്പർ 382/2025. നെയിം ഓഫ് ഫോം KSFE, KCB, KMML, കെൽട്രോൺ എക്സെട്ര. അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നോക്കുക, 3,95,652 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. കാറ്റഗറി നമ്പർ 383/2025. നെയിം ഓഫ് ഫോം വരുന്നത് KSRTC, കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള എക്സെട്ര. അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 3,85,002 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അതിന്റെ കാറ്റഗറി നമ്പർ 454/2025. ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വരുന്ന 4,27,000 ആണ്. ദെൻ അസിസ്റ്റന്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. കാറ്റഗറി നമ്പർ 269/2025. ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 2,60,416 ആണ്. ഇനി അടുത്തത് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്. കാറ്റഗറി നമ്പർ 698/2025. നെയിം ഓഫ് ഫോം വരുന്ന കേരള നാഷണൽ സേവിംഗ് സർവീസ്. അതിന്റെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 1,15,982 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എക്സാം ഡേറ്റ് എല്ലാവരും ശ്രദ്ധിക്കുക, 2/5/2026 പരീക്ഷ വരുന്ന കോമൺ എക്സാം ആണ്, കോമൺ പ്രിലിംസ് ആണ്. ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസിന്റെ എക്സാം ഡേറ്റ് 2/5/2026 ആണ്. ഡേറ്റ് ഓഫ് കൺഫർമേഷൻ നമുക്ക് 27/2/2026 മുതൽ 18/3/2026 വരെയാണ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് March 18, 2026 ആണ്. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് കൺഫർമേഷൻ കൊടുക്കുക. ഇനി നമുക്ക് സിലബസിന്റെ ഓവർവ്യൂ നോക്കാം. മൊത്തത്തിൽ നമുക്ക് 4 സെക്ഷൻ ആയിട്ടാണ് ഉള്ളത്. ആദ്യത്തെ ജനറൽ നോളേജ് സെക്ഷൻ ആണ്. ജനറൽ നോളേജ് സെക്ഷനിൽ നിന്ന് 50 മാർക്കാണ് വരുന്നത്. ജനറൽ നോളേജിൽ വരുന്നതാണ് ഹിസ്റ്ററി, അതിൽ 10 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, ഇക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്. ദെൻ അടുത്ത സെക്ഷൻ 2 വരുന്നത് സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് ആണ്. 20 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്. നാലാമത്തെ മൊഡ്യൂൾ റീജിയണൽ ലാംഗ്വേജ് ആണ്, അത് 10 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ലോങ് ടേം, നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള ക്രാഷ് ബാച്ച് ടെക് PSC ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം. കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻ വരുന്നുണ്ട്. ഫുൾ സിലബസിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫുൾ ലെങ്തിലുള്ള മോഡൽ എക്സാംസ്, ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ടും അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ടെക് PSCയുടെ ആപ്പ് ത്രൂ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ടെക് PSCയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.